അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കണ്ടു. അപ്പോൾ ഈ ഡയറക്ടറുടെ പേര് ഞാൻ മറന്നു. ഡയറക്ടർ ചെല്ലമ്മ എന്ന് പറഞ്ഞിട്ടൊരു പണ്ടൊരു പടം ചെയ്തിട്ടുണ്ട്, വിശാലും ഭരതൊക്കെ അഭിനയിച്ചൊരു സിനിമ. അത് ഭയങ്കര ഹിറ്റായിട്ടുള്ള സിനിമയാണ്. അപ്പോൾ അതിന് ശേഷം എനിക്ക് തോന്നുന്നു ഒരു പടം ചെയ്തിട്ടുള്ളൂ. അപ്പോൾ കുറേ നാളുകൾക്ക് ശേഷമുള്ള തിരിച്ചുവരവാണ്. ഒരു മലയാളി, മലയാളത്തിൽ 2 നായികമാരുണ്ട്, കസ്തൂരിയും അതുപോലെ തന്നെ നമ്മുടെ പവിക ടൈക്കറിലൊക്കെ വന്നിട്ടുള്ള നായികയാണ്. പിന്നെ ഒരു പുതിയ നായകനാണ്. കൊള്ളാം, ഒരു ഫാമിലി പടം. ജി വി പ്രകാശിൻ്റെ മ്യൂസിക് എടുത്ത് പറയേണ്ടതാണ്. എനിക്ക് തോന്നുന്നു ഒരു കൊച്ചു പടം എന്ന രീതിയിൽ ഫാമിലിയായിട്ട് കണ്ടിരിക്കാവുന്നൊരു പടം. അത്യാവശ്യം ഫാമിലി ഓഡിയൻസിനൊക്കെ കൂടുതൽ ഒരു ഈ യങ് കപ്പിൾസിനൊക്കെ ഭയങ്കരമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്ന, ഒരുപാട് കുടുംബ പ്രശ്നങ്ങളൊക്കെ ചർച്ച ചെയ്യുന്ന, ഈഗോ, ഹസ്ബൻഡും വൈഫിൻ്റെ ഇടയിലുള്ള ഈഗോ ഒക്കെ ചർച്ച ചെയ്യുന്ന, അപ്പോൾ അങ്ങനെ ഒരു രീതിയിലൊക്കെ കണക്ട് ആവുന്നൊരു പടമായിരിക്കും. അത്യാവശ്യം സസ്പെൻസ് ഉണ്ട്. നമ്മൾ പടം തീർന്നു എന്ന് വിചാരിക്കുമ്പോൾ വീണ്ടും കുറേ ട്വിസ്റ്റിലോട്ടൊക്കെ പോകുന്നുണ്ട്. അതുകൊണ്ട് പടം ഏറ്റവും അവസാനം വരെ ഇരുന്ന് കാണണം. തീർന്നു എന്ന് വെച്ചാൽ നമ്മൾ ഇറങ്ങരുത്. അത്യാവശ്യം ഉണ്ട് എൻ്റെ. ഓക്കെ, അല്ല സിനിമയാണ്, അത് നല്ല മൂവിയായിരുന്നു ബ്രോ. നല്ല അത്യാവശ്യം റിപ്പീറ്റ് വാല്യൂ ഒക്കെ ഫീൽ ചെയ്യുന്ന ഒരു പടമായിരുന്നു. നമുക്ക് ആദ്യം തൊട്ട് അവസാനം വരെ എൻജോയ് ചെയ്യാൻ പറ്റി. സോ എല്ലാവരും തിയേറ്ററിൽ പോയി മറ്റോടെ കാണുക. നമ്മുടെ കസ്തൂരി മാമും അങ്ങനത്തെ നന്നായിട്ടുണ്ട്. നല്ല തിയേറ്ററിൽ നിന്ന് കേൾക്കാൻ നല്ലൊരു രസമുണ്ടായിരുന്നു. ജി വി പ്രകാശിന്റെ വർക്കൊക്കെ അറിയാമല്ലോ, നല്ല രസമായിരിക്കും. അതിന്റെ ക്വാളിറ്റി വളരെ വിഷമിച്ചിട്ടാണ് തിയേറ്ററിൽ നിന്ന് ഇറങ്ങി വരുന്നത്. അതിനുള്ള അത് ഇമോഷണൽ ആയിട്ടുള്ള സീൻ അവസാനം ഉണ്ട്. ഇതിന്റെ ഫാമിലി എന്റർടൈൻമെന്റ് ആണ്, ഒരു കൈൻഡ് ഓഫ് ഫാമിലി എന്റർടൈൻമെന്റ് ആണ് ഇത്. വെർത്താണ്, മസ്റ്റ് തിയേറ്റർ വാച്ച് എന്ന് പറഞ്ഞാൽ, പക്ഷെ വെർത്താണ് തിയേറ്റർ വാച്ച്. റെക്കമെൻഡ് ഒന്നും ചെയ്യുന്നില്ല, പക്ഷെ കാണേണ്ടവര് പോയി കണ്ടോളൂ. മലയാളത്തിൽ ഒരു കാലത്തുണ്ടായിരുന്ന നടി തമിഴിലേക്ക് കഥാപാത്രമൊക്കെ ചെയ്യുമ്പോൾ ഇപ്പോൾ മലയാളത്തിൽ ചെയ്ത് വെച്ചിരിക്കുന്ന പെർഫോമൻസ് കഥാപാത്രം നമ്മൾ പലപ്പോഴും കണ്ടിട്ടുള്ളതാണല്ലോ. അത് വെച്ച് നോക്കുമ്പോൾ എങ്ങനെയാണ് പെർഫോമൻസ്? അത് ഏത് നടിയായിരുന്നു? നന്നായിട്ടുണ്ട്, വളരെ നന്നായിട്ടുണ്ടായിരുന്നു, സൂപ്പർ ആയിട്ടുണ്ടായിരുന്നു. ജി വി പ്രകാശിന്റെ മ്യൂസിക് ജി വി പ്രകാശിന്റെ ആണ് ഞാൻ ഇപ്പോഴാണ് അറിഞ്ഞ. പറഞ്ഞതിന് നന്ദി. കൊള്ളായിരുന്നു ബ്രോ, കൊള്ളായിരുന്നു, നന്നായിരുന്നു. ഒരുപാട് സിനിമ തമിഴ് സിനിമകൾ കാണാറുണ്ട്, അല്ലെങ്കിൽ ഫൈറ്റ് മാസം അങ്ങനത്തെ. ഇത് എങ്ങനത്തെ ഒരു ഇമോഷണൽ എന്നുള്ള മാത്രമാണ്? ഇത് ഇമോഷണൽ ആവും നമ്മള്, കാരണം നമ്മളിത് കണ്ട് ക്ലൈമാക്സ് ഒക്കെ അടുപ്പിച്ചാവുമ്പോഴത്തേക്കും നമ്മൾ ഇമോഷണൽ ആവും. അത് എന്തുകൊണ്ട് ഇമോഷണൽ ആവും എന്നുള്ള കാര്യം ഞാൻ പറയുന്നില്ല, കാരണം അത് സിനിമ കണ്ടു കഴിഞ്ഞാലേ നിങ്ങൾക്ക് അത് മനസ്സിലാകത്തുള്ളൂ. കാരണം ഇമോഷണൽ ആവും, നിങ്ങൾ കരയും. ഫുള്ളിരുന്ന് നിങ്ങൾ തിയേറ്ററിലിരുന്ന് കണ്ടു കഴിഞ്ഞാൽ നിങ്ങളുടെ കണ്ണിൽ നിന്ന് ഒരു നുള്ളെങ്കിലും കണ്ണുനീര് പൊടിയും. അതെൻ്റെ ഉറപ്പാണ്. പക്ഷെ നിങ്ങൾ സ്വന്തമായിട്ട് ടിക്കറ്റ് എടുത്ത് പോയി കാണണം, എങ്കിലേ അത് അത്ര ഫീല് നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ. ചേട്ടാ, മലയാളികളുടെ സ്വന്തം കസ്തൂരി മാഡം തിരിച്ചു ക്ലൈമാക്സ് ഇറക്കിയിട്ടുണ്ട്. പറ്റും, അത്യാവശ്യം മസ്റ്റ് വാച്ച് ആയിട്ട് തിയേറ്ററിൽ റെക്കമെൻഡ് ചെയ്യാൻ പറ്റുന്ന പടമാണ്. അതെ, ഫാമിലി ആയിട്ട് നമുക്ക് നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റും. അങ്ങനെയൊക്കെ ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ലൊരു ഹൈപ്പും കൊടുക്കാൻ പറ്റത്തില്ല, ഒരു മീഡിയം ലെവലിലേക്ക് പോകാൻ പറ്റത്തുള്ളൂ. എന്നാലും നമുക്ക് അതിനകത്ത് നെഗറ്റീവായിട്ടൊന്നും പറയാനൊന്നുമില്ല. കാണാൻ പറ്റും, ഫാമിലി ആയിട്ട് എല്ലാവരും അത്യാവശ്യം അടിച്ചു പൊളിച്ച് കാണാൻ പറ്റും സിനിമയാണ്. റെക്കമെൻഡ് ചെയ്യും. കണ്ടിരിക്കാം, അത്രേ ഉള്ളൂ. ഇഷ്ടപ്പെട്ട ബ്രോ?